ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പലരും ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്. ഇതുപോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ ഒരു ഓഫർ എന്ന് പറഞ്ഞ് ഒരു പ്രൈസ് നമുക്ക് കാണിക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ 45% ഓഫിലാണ് ഈ പ്രോഡക്ട്സ് വിൽക്കുന്നത്. 2494 രൂപ എന്നാണ് കാണിക്കുന്നത്. ഡീൽ ഓഫ് ദ ഡേയുമാണ്, അതായത് ഇന്നത്തേക്കുള്ള ഒരു സ്പെഷ്യൽ പ്രൈസ് ഓഫർ എന്നാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഈ പ്രൈസ് യഥാർത്ഥത്തിൽ ഇതിനും ലോവർ പ്രൈസിൽ ഈ പ്രോഡക്റ്റ്സ് വിറ്റിട്ടുണ്ടോ, ഇത് തന്നെയാണോ ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ വില എന്നറിയാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു മാർഗ്ഗം ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ക്രോം ബ്രൗസറിൽ പോയിട്ട് വെബ് സ്റ്റോർ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ക്രോം വെബ് സ്റ്റോർ എന്നുള്ള ഈ വെബ്സൈറ്റിൽ കയറുക. chrome.google.com എന്നാണ് അതിൻ്റെ URL വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഈ സെർച്ച് ഫീൽഡിൽ ഫ്ലിപ്ഷോപ്പി എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഈ ആദ്യം വരുന്ന റിസൾട്ട് നോക്കുക. flipshope.com എന്നുള്ള വെബ്സൈറ്റിൻ്റെ ഈ എക്സ്റ്റൻഷൻ ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ഐക്കൺ. ഇത് നോക്കി വയ്ക്കുക. ഇവിടെ ഇപ്പോൾ റിമൂവ് ഫ്രം ക്രോം എന്നാണ് കിടക്കുന്നത്. കാര്യം ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ആഡ് ടു ക്രോം എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് ടു ക്രോം കൊടുക്കുക. ഓക്കെ, ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ക്രോമിൽ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങളിത് ഈ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്രോമിലുള്ള. എന്നിട്ട് ഇതുപോലെ ഡീഫോൾട്ടായിട്ട് പിൻ ഓഫ് ആയിരിക്കും. ഈ പിന്നിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നിൽ ഒരു ബ്ലൂ കളർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എക്സ്റ്റൻഷൻ്റെ ഒരു ഐക്കൺ ഇവിടെ ഡിസ്പ്ലേ ആവും. ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ പേജ് ഒന്നും കൂടെ ഒന്ന് ആമസോണിൻ്റെ ഈ പേജ് ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. റൈറ്റ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇവിടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട് ഫ്ലിപ്ഷോപ്പിയുടെ. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഡക്ട്സിൻ്റെ ഒരു ചെറിയൊരു പ്രൈസ് ഗ്രാഫ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് അവസാനത്തെ 30 ദിവസത്തെ പ്രൈസാണ്. ഇത് 90 days ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വലിയ രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. യെസ്, കണ്ടില്ലേ, അതായത് ഏപ്രിൽ 10 ഇതിലും താഴ്ന്ന വിലയ്ക്ക് ഇത് വന്നിട്ടുണ്ട്. 2000 താഴെ വിറ്റുകൊണ്ടിരുന്ന സാധനമാണ്. ഇതുപോലെ പ്രൈസ് വന്ന് ഏകദേശം മെയ് 1, 2, 3, 4, 5 ഇത് നല്ല പ്രൈസ് കുറവായിരുന്നു. കണ്ടില്ലേ, ആക്ച്വലി ഇതല്ല ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രൈസ്. ഓക്കെ, ഇതിലും താഴ്ന്ന വിലയ്ക്ക് ഈ പ്രൊഡക്റ്റ് ഇതിന് മുമ്പ് വിറ്റിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ വീണ്ടും ആമസോണിൽ വന്നിട്ട് പ്രോഡക്റ്റ് എടുക്കട്ടെ. ഓക്കെ, യെസ്, ഈ സ്പീക്കർ ഒന്ന് നമുക്ക് നോക്കാം. യെസ്, കണ്ടില്ലേ, 999 രൂപയാണ് കാണിക്കുന്നത്. അത് 33% ഓഫിലാണ് നമുക്ക് വിൽക്കുന്നത്. ഡീൽ ഓഫ് ദ ഡേ എന്നാണ് പറയുന്നത്. അതായത് ഇന്നത്തെ മാത്രം ഓഫർ എന്നാണ്. ഇവിടെ നമുക്ക് 33% ഓഫും കാണിക്കുന്നുണ്ട്. നമുക്ക് യഥാർത്ഥ പ്രൈസ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, ലാസ്റ്റ് 30 days എടുത്തു. ഗ്രാഫ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. കണ്ടില്ലേ, ഇത് സ്റ്റാർട്ടിംഗ് ടൈം 999 രൂപ തന്നെ ആയിരുന്നു. പക്ഷേ മെയ് ഏകദേശം 2, 3, 4, 5 ഈ ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ പ്രൈസ് 898 രൂപയായിരുന്നു. അതായത് ഈ ദിവസങ്ങളിൽ ആമസോണിൽ ഒരു ഓഫർ സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് മെയ് 9 കണ്ടില്ലേ, ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഇതിന് പ്രൈസ് ഒരു 100 രൂപ കൂട്ടിയാണ് അവർ ഇട്ടേക്കുന്നത്. ഡീൽ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞ്. ഓക്കെ, ഇതിന് നമുക്ക് എല്ലാ പ്രോഡക്റ്റിനും ഇങ്ങനെയല്ല കേട്ടോ. ചില പ്രോഡക്ട്സുകളാണ് അത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്ന പ്രോഡക്റ്റ് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ പ്രോഡക്റ്റും ഇതുപോലെ അല്ല. അത് ഞാൻ ഇപ്പോഴും പറയുകയാണ്. ചില പ്രോഡക്റ്റിന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൈസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഞാൻ ആമസോണിൽ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഞാനത് പ്രത്യേകം സെർച്ച് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഈ പ്രോഡക്റ്റ് കണ്ടില്ലേ, ഇത് 3899 ആണ്. 48% ഓഫിലാണ് വിൽക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ വില കുറച്ചാണ് വിൽക്കുന്നത്. ഇതിന് 3998 ആയിരുന്നു. ഇപ്പോഴാണ് 3898 ആയത്. ഏകദേശം ഒരു 100 രൂപയുടെ ഒരു കുറവ് ഇപ്പോൾ കൊണ്ട്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞ സമയം. ഈ പ്രോഡക്റ്റിൻ്റെ യഥാർത്ഥ കുറഞ്ഞ വില ഇത് തന്നെയാണ്. നമുക്കിനി ഫ്ലിപ്കാർട്ടിലൊന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിലൊന്ന് നോക്കാം. ഫ്ലിപ്കാർട്ടിലേക്ക് വന്നു. നമുക്കിവിടെ ഒരു ഷർട്ടിൻ്റെ ഒരു പ്രൈസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതെടുക്കാം. യെസ്, 525 രൂപയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പ്രൈസ് ഇത് തന്നെയാണോ ഇതിൻ്റെ സ്പെഷ്യൽ ഓഫർ പ്രൈസ്? ഇതിൽ സ്പെഷ്യൽ പ്രൈസ് എന്നാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണോ ഈ പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരുന്ന ഏറ്റവും കുറഞ്ഞ വിലയെന്ന് നമുക്ക് നോക്കാം. എന്തായാലും സ്പെഷ്യൽ പ്രൈസ് അല്ലേ, നോക്കട്ടെ. ആ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് 30 days എടുത്തു.
കണ്ടില്ലേ, ഈ പ്രോഡക്റ്റ് 612 രൂപയ്ക്കാണ് ഇത് ഏപ്രിൽ 24 മുതൽ 28 വരെ വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ അത് കുറഞ്ഞ 498 എന്നുള്ള റേഞ്ചിൽ പോയിട്ടുണ്ട്. പിന്നെ അത് കൂടി 525 രൂപയാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഇതിന് 525 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതല്ല ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ വിലയാണ്. ഈ പ്രോഡക്റ്റ് 498 രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി മറ്റൊരു പ്രോഡക്റ്റ് നോക്കാം. ഓക്കെ, ഒരു ഫോൺ നോക്കാം. സാംസങ്ങിൻ്റെ ഈ ഫോൺ നോക്കട്ടെ. യെസ്, ഇത് കണ്ടില്ലേ, 31,999 ഇത് തന്നെയാണോ ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ വില എന്ന് നോക്കാം. പ്രൈസ് ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഐക്കൺ ക്ലിക്ക് ചെയ്തു. 30 ഡേയ്സ് എടുത്തു. ഓക്കെ, നമുക്കിവിടെ ഒരു 90 ഡേയ്സിൻ്റെ ഗ്രാഫ് നോക്കാം. കറണ്ട് പ്രൈസ് ഇതിൽ കാണിക്കുന്നത് 31,999 രൂപയെന്ന് തന്നെയാണ്. ഓക്കെ, ഇത് ആവറേജ് ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു അപ്രോക്സിമേറ്റ് ഒരു കുറഞ്ഞ വില തന്നെന്നാണ്. യെസ്, ഈ പ്രോഡക്റ്റിൻ്റെ ഏകദേശം ഏറ്റവും കുറഞ്ഞ വില ഇത് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് ടൈം മുതൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു പ്രൈസ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ഡീലിലാണോ ആ പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.